ഈ 10 വർഷത്തെ വേണമെങ്കിൽ നമുക്ക് ഒരു നേട്ടങ്ങളുടെ വർഷങ്ങളെന്ന് വിശേഷിപ്പിക്കാം. തിരിഞ്ഞു നോക്കുമ്പോൾ ആദ്യത്തെ 5 വർഷം എടുത്ത പദ്ധതികളെല്ലാം ഏകദേശം പൂർത്തീകരിച്ചു. അതിനുശേഷം കഴിഞ്ഞ 5 വർഷത്തെ കേരളത്തിൻ്റെ ഭരണ പെർഫോമൻസിനെ പറ്റി താങ്കൾ തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെ വിലയിരുത്തും? മൊത്തമായി പറഞ്ഞാൽ ഈ 10 വർഷക്കാലത്തെ അനുഭവം അങ്ങേയറ്റം ആവേശകരമായി ഒന്നാണ്. ഒരു മുന്നണി LDF എപ്പോഴും നാടിനോട് പ്രതിബദ്ധതയുള്ളൊരു മുന്നണിയാണ് എന്ന് എല്ലാവർക്കും അറിയാം. കേരളം ഒട്ടേറെ പ്രത്യേകതകൾ നേടിയ ഒരു സംസ്ഥാനമാണ്. പല കാര്യങ്ങളിലും നമുക്ക് മുന്നിട്ട് നിൽക്കാൻ കഴിഞ്ഞു. പക്ഷേ 2016 കേരളം എത്തി നിന്നൊരവസ്ഥയുണ്ട്. എല്ലാ ഭാഗത്തും നിരാശയായിരുന്നു. സർവമേഖലയും തകർന്നു കിടക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം ഇനി ഈ നാട് മുന്നോട്ട് പോകില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ ഭൂരിഭാഗം ആളും എത്തി എന്നുള്ളതാണ്. കാരണം അവരുടെ അനുഭവമാണ് അങ്ങനെ എത്തിച്ചത്. ഇപ്പം നാടിൻ്റെ പുരോഗതിക്ക് ആവശ്യമായ ഒരു നടപടിയും സ്വീകരിക്കാതെ വന്നു. നാടിൻ്റെ വികസനത്തിന് വേണ്ട പദ്ധതികൾ നടപ്പാക്കാൻ തയ്യാറാകാതെ വന്നു. ഒരു ഗവൺമെൻറ് എന്ന നിലക്ക് മുൻകൈയെടുത്ത് നടപ്പാക്കേണ്ട കാര്യങ്ങൾ ഒന്നും ചെയ്യാതെ വന്നു. ഇങ്ങനെ വന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ LDF ജനങ്ങളുടെ മുന്നിൽ വെച്ചു ഇതിന് ഓരോന്നിനും പരിഹാരം കാണുമെന്ന്. അതിൽ സന്തോഷകരമായ ഒട്ടേറെ അനുഭവങ്ങളുണ്ട്. അന്നത്തെ കാലം നമ്മുടെ കേരളത്തിൻ്റെ കേരളം വലിയ വിദ്യാഭ്യാസ സമ്പന്നരും നല്ല സംസ്കാര സമ്പന്നരും ഒക്കെ ആളുകളാണല്ലോ. പക്ഷെ മാലിന്യ കാര്യങ്ങളിൽ വളരെ പുറകോട്ടായിരുന്നു. അന്നൊരു സംസ്കാരം തന്നെ അവരവരുടെ വീട്ടിലുള്ള മാലിന്യം നല്ലൊരു ബാഗിൽ കെട്ടി വഴിക്ക് എവിടെയെങ്കിലും എറിയുക, ആരാൻ്റെ പറമ്പിൽ എറിയുക, ഇങ്ങനെയൊരു സംസ്കാരം തന്നെ വന്നിരുന്നു. പിന്നെ വഴിനീളെ മാലിന്യ കൂമ്പാരങ്ങൾ കാണായിരുന്നു. ഇതും ഒരു പൊരുത്തപ്പെട്ടു പോകുന്ന അവസ്ഥയായിരുന്നു. അതിലെങ്ങനെ മാറ്റം വരുത്താം എന്നതിനെക്കുറിച്ച് ആലോചിച്ചു. ആ ആലോചനയുടെ ഭാഗമായിട്ടാണ് ഹരിത കേരള മിഷൻ എന്നൊരു മിഷൻ പ്രവർത്തനം ആരംഭിച്ചത്. അതായത് ഒരു നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി 4 മിഷൻ, അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഹരിത കേരള മിഷൻ. അതിൻ്റെ ഭാഗമായി ജനങ്ങളെ ബോധവൽക്കരിക്കലുണ്ട്. ആളുകൾ ഇറങ്ങി ഈ മാലിന്യ നിർമ്മാർജ്ജന പരിപാടികൾ നടപ്പാക്കിയിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇപ്പം തിരിഞ്ഞു നോക്കിയാൽ നല്ല പുരോഗതി ആ കാര്യത്തിലുണ്ടായി. നാട് മാലിന്യ കാര്യത്തിൽ വലിയ നിർമ്മാർജ്ജന രീതിയിൽ മുന്നോട്ട് പോകാനായി. എവിടെ നോക്കിയാലും പഴയ പോലെ മാലിന്യ കൂമ്പാരം കാണാനാവില്ല. പിന്നെ മറ്റേ സംസ്കാരത്തിനും ഈ വലിച്ചെറിയൽ സംസ്കാരത്തിനും വലിയ മാറ്റം. മാത്രമല്ല, ഇവിടെ കേരളത്തിൽ ചില നദികൾ പൂർണ്ണമായിട്ട് നശിപ്പിക്കപ്പെട്ടിരുന്നു. അത് വീണ്ടെടുത്തു. വരട്ടാർ പോലുള്ള നദികളൊക്കെ വീണ്ടെടുത്തത് കേരളത്തിൻ്റെ ഒരു ഉത്സവമായിട്ട് തന്നെ മാറി. ജനങ്ങൾ സ്വയമേവ മുന്നോട്ട് വന്ന് നദികൾ വീണ്ടെടുക്കുന്ന, നദി സംസ്കരിക്കുന്ന ഒരു നിലയിലേക്ക് വന്നു. പിന്നെ അതിൻ്റെ ഭാഗമായി നടപ്പാക്കപ്പെട്ട പച്ചത്തുരുത്ത്, അതൊക്കെ വലിയ തോതിൽ പ്രകൃതിയിൽ നമ്മൾ അനുകൂലമായി ഇടപെടൽ നടത്തുന്ന നില വന്നു. ഇത് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ കേരളത്തിൻ്റെ അന്തരീക്ഷം മാറ്റുന്നതിന് വളരെ സഹായകരമായതാണ്. ഞങ്ങൾ കാണുന്ന ഇതെല്ലാം കൂടിയുള്ളതാണ് വികസനം എന്നാണ്. ഇത് സാധാരണഗതിയിലുള്ള വികസന പരിപാടിയായിട്ട് പലരും വിലയിരുത്തപ്പെടില്ല. പക്ഷേ നമ്മുടെ നാടിൻ്റെ ശുചിയും വൃത്തിയും ഇതൊക്കെ വളരെ പ്രധാനമാണല്ലോ. അതിൽ നല്ല മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും.